തിരുവനന്തപുരത്തെ 1000-ലധികം വർഷം പഴക്കമുള്ള പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വലിയശാല കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രം. മഹാദേവൻ, മഹാവിഷ്ണു, ബ്രഹ്മാവ് മൂവരെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്ന അതുല്യ സന്നിധി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടം പ്രസിദ്ധമായ സർവകലാശാലയായ കാന്തള്ളൂർ ശാലയായിരുന്നു. ദക്ഷിണേന്ത്യയിലെ നളന്ദ എന്നറിയപ്പെട്ടിരുന്ന കാന്തള്ളൂർ ശാല സംഗീതം, നാട്യം, മന്ത്രം, യോഗം തുടങ്ങി 64ഓളം വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്നു. 4.5 ഏക്കർ വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന AD 7-ാം നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് 1000 വർഷത്തിലധികം പഴക്കമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ശേഷം തിരുവനന്തപുരത്തെ 2ാമത്തെ വലിയ ക്ഷേത്രമാണിത്. ഇവിടുത്തെ വിഷ്ണു ക്ഷേത്രത്തിലെ ശില്പങ്ങൾ അതുല്യമാണ്. ദേവാസുര യുദ്ധം, പാലാഴി മദനം, കൃഷ്ണൻ തമ്പുരു വായിക്കുന്ന ദൃശ്യം, നാരദമുനി തുടങ്ങി ശില്പകലയിലെ അത്ഭുതങ്ങൾ ഇവിടെ കാണാം. സോപാന മണ്ഡപത്തിന് മുകളിൽ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ശംഖുവരയൻ സർപ്പശില്പമുണ്ട്. ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ഈ ശില്പം ഒരിക്കൽ പാമ്പുകളാൽ നിറഞ്ഞിരുന്ന ഈ പ്രദേശത്തിന്റെ ശക്തിയെ അടക്കി വെച്ചതാണെന്ന് വിശ്വസിക്കുന്നു. ചങ്ങല പൊട്ടുന്ന ദിവസം പാമ്പുകൾ വീണ്ടും മടങ്ങി വരുമെന്നതും നാട്ടുകഥയാണ്. പുരാണ പ്രകാരം ചേര ചോള പാണ്ഡ്യ യുദ്ധം നടന്ന അതേ സ്ഥലത്താണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ മരിച്ച രാജാക്കന്മാരുടെ ഭാര്യമാർ സതി അനുഷ്ഠിച്ച ചിതയിലെ അഗ്നിജ്വാലയിൽ നിന്ന് ശിവലിംഗം ഉദിച്ചുയർന്നു. ഉഗ്രശിവനെ ശാന്തമാകാൻ സമീപം വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും പ്രതിഷ്ഠിച്ചു. അങ്ങനെ രൂപം കൊണ്ടതാണ് ഈ ത്രിമൂർത്തി ക്ഷേത്രം. പിന്നീട് വേണാട് സിംഹാസനത്തിനായുള്ള പോരാട്ടത്തിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു വശത്തും തമ്പി സഹോദരന്മാരും 8 വീട്ടിൽ പിള്ളമാരും മറുവശത്തും അണിനിരന്നു. അന്ന് മാർത്താണ്ഡവർമ്മയെ നശിപ്പിക്കാൻ വേണ്ടി പിള്ളമാരിലെ പ്രധാനിയായ കുടമൺ പിള്ള ക്ഷേത്രത്തിലെ ബ്രഹ്മാവിന്റെ പ്രതിഷ്ഠയിൽ ഉഗ്രമൂർത്തിയായ ശ്മശാന ശിവന്റെ ശക്തി വീണ്ടും ആവാഹിച്ചു. അതിന് പരിഹാരമായി മാർത്താണ്ഡവർമ്മ വെങ്കിട പെരുമാളിനെ പുനഃപ്രതിഷ്ഠിച്ചു. നൂറ്റാണ്ടുകളോളം തിരുവിതാംകൂർ രാജവംശാംഗങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നില്ല. പിന്നീട് ക്ഷേത്രവുമായുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി മഹാരാജ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും സഹോദരിയായ മഹാറാണി കാർത്തിക തിരുനാൾ ലക്ഷ്മിബായിയും ഈ ക്ഷേത്രം സന്ദർശിച്ചു. ഇതുപോലുള്ള വീഡിയോസിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.